ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള കടലയാണിത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും കടല വെള്ളത്തിൽ കിടന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടല മുങ്ങി നിൽക്കുന്നതിനും കുറച്ചും കൂടി കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വിസിലടിക്കുക. അപ്പോഴേക്കും കടല നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പോൾ സവാള എല്ലാം നന്നായി വഴറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ അത് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളകും മല്ലിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരം പാലാണ്. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള പാല് 1/2 കപ്പോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടിത്തിള വരാനേ പാടുള്ളൂ. അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിളയ്ക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നാളികേരപ്പാൽ പിരിഞ്ഞ് പോവും. ഇനി നമുക്കിതിലേക്ക് ഉള്ളി കാച്ചിടണം. അപ്പോഴാണ് ഈ കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി കാച്ചാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കടലക്കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കടലക്കറിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.